നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ടിപ്പാണ്. എൻ്റെ മുഖത്ത് നല്ല കറുത്ത പുള്ളിയും പാടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയത് ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ ചെയ്തിട്ടാണ്. എൻ്റെ അനുഭവം എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി അത് പറഞ്ഞു തരുന്നത്. ആദ്യം 4 സ്റ്റെപ്പാണിത്. അത് നമുക്കൊന്ന് ആദ്യം ക്ലെൻസിങ് ചെയ്യാം. കുറച്ച് പാലെടുത്തിട്ട് നമുക്കൊന്ന് അതിന് കണ്ണടി മാലയൊക്കെ ഒന്ന് ഞാൻ ഊരി വെച്ചു. നമുക്ക് കുറച്ച് പാലും അതിൽ കുറച്ച് തന്നെ നമുക്ക് തക്കാളി നീരും കൂടി ചേർക്കാം പാലിൽ. പക്ഷേ ഞാനത് ചെയ്തില്ല. പാലും തക്കാളി കൂടി ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലെൻസിങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി തുടച്ചെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. കുറച്ച് തക്കാളി ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നാണിത്. അത് ഒരു സ്പൂണ് തക്കാളി എടുക്കുക. തക്കാളിയുടെ പൾപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര, പഞ്ചസാര കുറച്ച് ഇടുക. അധികം തരി പാടില്ലേ. അധികം തരിയില്ലാത്ത പഞ്ചസാര വേണം എടുക്കാൻ. കുറച്ച് കാപ്പിപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് നല്ലൊരു സ്ക്രബ് കൊടുക്കാം. നല്ല കൂട്ടി യോജിപ്പിച്ച് സ്ക്രബ് കൊടുക്കുക. നല്ല അടിപൊളിയൊരു പാക്കാണിത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ തന്നെ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനതൊന്നും ഇട്ടില്ല. മേലിക്കാവണതിന് ഒരു തോർത്തും നനഞ്ഞൊരു തുണി മേലിട്ടാണ്. തോർത്തും കൊണ്ടിൻ്റെ നല്ലൊരു സ്ക്രബ് നമുക്ക് കൊടുത്തിട്ട് ഓക്കെ, അത് കഴുകി ഇനി നമുക്കൊരു മസാജ് കൊടുക്കുക. കുറച്ച് തൈരും ഇതിലാരെ കോള് വന്നതാണ് ഞാൻ നോക്കണത്, ആരെ കോളാണ്. കുറച്ച് തൈരും തേനും പിന്നെ തക്കാളിയുടെ കുറച്ച് തക്കാളിയും കൂടി ചേർക്കാം. തക്കാളിയുടെ നീര് തക്കാളി നീരും കൂടി ചേർക്കാം. പക്ഷേ ഞാൻ ചേർത്തിട്ടില്ലേ. തൈരും തേനും മാത്രമാണ് ഞാൻ ചേർത്തിട്ടാണ് ഒരു മസാജ് കൊടുക്കണം. നല്ലപോലെ ഒരു മസാജ് കൊടുക്കാം നമുക്ക്. കഴിഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ തുടച്ച് കൊടുക്കുക. റൗണ്ട് മസാജായിട്ട് കൊടുക്കണം എപ്പോഴും. എന്ത് പാക്കിടുമ്പോഴും കഴുത്തിൽ കൂടിയും ചെയ്യണേ. അങ്ങനെ നമുക്ക് ഒന്നല്ലെങ്കിൽ കഴുകുക, അല്ലെങ്കിൽ വേണ്ട അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് പാക്കിട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ കഴുകിയെടുക്കുകയാണ് ചെയ്തത്. ഒന്ന് തുടച്ചെടുത്തു. വെള്ളം ഞാൻ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ മുകളിൽ പാക്കിട്ട് കൊടുക്കുക. അതിന് ഞാൻ ഒരു സ്പൂൺ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഓട്സ് പൊടിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചാണിത്. തക്കാളിയുടെ പൾപ്പ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് മുഴുവൻ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്. അതിൽക്കൂടെ കുറച്ച് തൈരും കുറച്ച് തേന് കഴിഞ്ഞു. ലാസ്റ്റ് കുപ്പി കാലിയായി. തേനൊക്കെ ഇനി വാങ്ങിയിട്ട് വേണം. സൺ ടാൻ മാറാൻ ഏറ്റവും നല്ലതാണ് തക്കാളി. നമുക്ക് ഇനിയൊരു പാക്കായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. എല്ലാവരും കൂട്ടുകാരെ ഇതൊന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയൊരു പാക്കാണിത്. എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ നല്ലപോലെ ഉണങ്ങി 10-15 മിനിറ്റ് ആയപ്പോൾ ഞാനത് കഴുകി. കണ്ടോ, നോക്കി നല്ലൊരു തിളക്കം നിറം കണ്ടോ, നല്ല ഗ്ലോ വന്നില്ലേ കൂട്ടുകാരെ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്.